അസ്സലാമലൈക്കും മക്കളെ. ഈ കാണുന്നത് മത്തൻ്റെ ഇലയാണ്. ഞങ്ങൾ വിത്ത് വാങ്ങി കൊടുന്നിട്ട് നട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ കായ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാനും എൻ്റെ കുട്ടിയും കൂടി ഇന്ന് ഒരു 4 ഇല നുള്ളി അത് മത്തൻ്റെ ഇല കറി ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാവും. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ കറി വെക്കാനൊന്നുമില്ലെങ്കിൽ ഓടിപ്പോയി മത്തൻ്റെ ഇല നുള്ളിക്കൊണ്ടിരും. അതുപോലെ തന്നെ പയറിൻ്റെ ഇല. അങ്ങനെ പയറിൻ്റെ ഇല കൊണ്ട് അരിഞ്ഞ് ഉപ്പേരി ഉണ്ടാക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. ചോറ് എത്ര വേണമെങ്കിലും വയ്ക്കാം. അതേപോലെ തന്നെ മത്തൻ്റെ ഇല. അത് ഇന്നിപ്പം ഞാൻ മത്തൻ്റെ ഇല ഈ വെറുതെ ചുവന്നുള്ളി പച്ചമുളക് ഒക്കെ മൂപ്പിച്ചിട്ട് അതിലേക്കിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. പിന്നെ മുന്നേ ഒക്കെ ഉള്ള ആൾക്കാർ എന്താ ചെയ്യുക വെച്ചാൽ ചുവന്നുള്ളിയൊന്നും ഇടില്ല, മത്തൻ്റെ ഇല നുള്ളിക്കൊണ്ടിരും. എന്നിട്ട് കഞ്ഞിയുടെ വെള്ളം ഉണ്ടാവും, കഞ്ഞിയുടെ വെള്ളത്തിൽ വെക്കും. അത് വേവാരാകുമ്പോൾ പച്ചമുളകും നല്ലോണം ചെറുതാക്കി അരിഞ്ഞ് അതിലിടും. വേവാരാകുമ്പോൾ അതിൽ പച്ച വെളിച്ചെണ്ണ ഒഴിക്കും. എന്നാലോ അത് കൂട്ടി ചോറും കൂടി വഹിക്കാണ്ടല്ലോ, എത്ര ചോറ് വേണമെങ്കിലും വഹിക്കാം. നമ്മൾ ഈ മീൻ ഇറച്ചിയുടെ എന്തിയൊന്നല്ല, നല്ല ശരീരത്തിനും നല്ലതാണ്. പഴുത്ത ഇല എടുക്കരുത്, നല്ല പച്ച ഇല നോക്കിയിട്ട്. അപ്പം ഞാൻ ആ മത്തൻ കായ്ക്കും എന്നുള്ളതിലായിരുന്നു. പക്ഷേ കായ്ക്കണില്ല, നല്ല ഇലയായിട്ട് നല്ല അതിനെ വളർന്നു വരിക. കുറേ ദിവസമായി അത് പൊട്ടിക്കണമെന്ന് വിചാരിക്കണം. എനിക്ക് എൻ്റെ മക്കൾക്ക് അധികം മത്തൻ്റെ ഇല, മുരിങ്ങയുടെ ഇല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം. മീൻ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് ഞങ്ങൾ പൊരിക്കെടുത്തു. അത് അങ്ങനെ ഇലക്കറികളാവുമ്പോൾ നല്ല ശരീരത്തിനും നല്ലതാണ്. ഇന്നലെ മുരിങ്ങ ഉണ്ടാക്കി. ഇപ്പോൾ അധികം മുരിങ്ങി ഇതൊക്കെ അപ്പം ഇന്നിപ്പോൾ ഞാൻ കുറേ ദിവസമായി ഇത് പൊട്ടിക്കണമെന്ന് വിചാരിക്കണം. അപ്പം ഇന്നിപ്പോൾ ചാറ് വെക്കാനൊന്നുമില്ല. അപ്പം ഞാൻ എന്ത് കാട്ടിയെന്നറിയോ, മത്തൻ്റെ ഇല അങ്ങോട്ട് നുള്ളിയിട്ട് ചാറുണ്ടാക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോയെന്ന് അറിയില്ല. ഞങ്ങൾ ഇതിലൊക്കെ ചേരുന്നൊരു, എൻ്റെ മക്കളും അതെ, ഞാനും അതെ. ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉള്ളത് കിട്ടിയാൽ മതി മക്കളെ. നമുക്ക് ശരീരത്തിന് കേടുണ്ടാവില്ല അങ്ങനെയൊക്കെ ആവുമ്പോൾ. നമ്മൾ ഈ ഇറച്ചി മീനൊക്കെ ഒന്നും ഉപയോഗിക്കുമ്പോൾ പല രോഗങ്ങളും പല അസുഖങ്ങളും വരും. കൊളസ്ട്രോൾ കൂടും അങ്ങനെയൊക്കെ. അതേ സ്ഥാനത്ത് നമ്മൾ ആഴ്ചയിൽ ഒരു 3 വട്ടമെങ്കിലും നമ്മൾ ഈ ഇലക്കറികൾ കൂട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ശരീരത്തിന് നല്ലതാണ്. എപ്പോഴും നമ്മളത് ചിന്തിക്കണം. പിന്നെ മീനെന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഈ ഉണക്കൽ വാങ്ങിയിട്ട് പുളിഞ്ചാറുണ്ടാക്കും. അത് നല്ലതാണ്. അതിൻ്റെ ആ വെള്ളം ഉണ്ടായാൽ മതി. അപ്പം ഞാൻ ഇപ്പോൾ അടുത്തുള്ളവർ പറഞ്ഞു, എന്നാൽ മത്തൻ്റെ ഇല നീ പൊട്ടിക്കുകയാണെങ്കിൽ 2 ഇല ഇങ്ങോട്ടും താ പറഞ്ഞു. അപ്പോൾ അത് 2 ഇല അവർക്കും കൊടുത്തു. ഞങ്ങൾ ഇന്നത്തെ ഉഷാറാണെന്ന്. നിങ്ങളെല്ലാവരും ഇത് കാണണം. കണ്ടിട്ട് മത്തൻ്റെ ഇല എവിടെ ഉണ്ടെങ്കിലും നിങ്ങൾ പൊട്ടിച്ചോടുന്ന ചാറ് ഞാൻ പറഞ്ഞ പോലെ ചാറുണ്ടാക്കി നോക്കി. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതാവാം. നുള്ളിയിട്ട് വെറുതെ കത്തി കൊണ്ട് അരിയാണ്ട് പിച്ചിയിട്ടിടുക. എന്നിട്ട് കഞ്ഞിയുടെ വെള്ളം അത് തിളച്ച് കഴിയുമ്പോൾ ഈ ഇല തിരിക്കാണ്ട് ഇടുക. പച്ചമുളക് അരിഞ്ഞ് ചെറുതാക്കിയിട്ട് ഇടുക. വേണമെങ്കിൽ ഒരു വെളുത്തുള്ളി ചതച്ചിടുക, ചുവന്നുള്ളി ചതച്ചിടുക. അങ്ങനെ ഉണ്ടാക്കാം. അതും നമുക്ക് എന്നിട്ട് ഇതിൻ്റെ ഈ ചാറ്, നമ്മളുണ്ടാക്കുന്ന ഈ ഇലയുടെ ചാറ് ചോറ്റിലാണ്ട് ഒഴിച്ചിട്ട് ചോറ് മെറുമെറുന്നനെ വാരി വയ്ക്കുക. എന്തൊരു ടേസ്റ്റാണ് എൻ്റെ മക്കളെ, നിങ്ങൾ നോക്കി. പിന്നെ ഞങ്ങൾ ഒരിക്കലും ഒഴിവാക്കില്ല. ഇനി എനിക്ക് കർക്കിടക മാസം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പയറിൻ്റെ ഇലയൊക്കെ ഇവിടെ ഉണ്ടാക്കുമ്പോൾ അത് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഇലക്കറികൾ ഉണ്ടാക്കും. അതേപോലെ തന്നെ ചേനയുടെ തണ്ട്, നമ്മൾ തണ്ടല്ല, അതിൻ്റെ ഇല, തൂമ്പയില തണ്ട് ഭാഗങ്ങൾ എടുത്തിട്ട് ചെറുതായിട്ടിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ട് പൊടിയായി അരിയണം. എന്നിട്ട് ഉപ്പേരി ഉണ്ടാക്കുക. നല്ല രസം, അത് കൂട്ടാം. അപ്പം അങ്ങനെയുള്ളതൊക്കെ അങ്ങോട്ട് നോക്കിയാൽ നമുക്ക് എത്രയും ശരീരത്തിനും നല്ലതാണ്. നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ട് ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ മക്കളെ. എന്നിട്ടൊന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ചോറ് വയ്ക്കുമ്പോൾ ഒഴിച്ച് നോക്കി. പിന്നെ നിങ്ങൾ ഒഴിവാക്കുകയേ ഇല്ല അത്. അപ്പോൾ ഞാനിന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇടുന്നത്. പിന്നെ എനിക്ക് കുറേയും കൂടി ഇനി വീഡിയോസൊക്കെ ഞാൻ ഇടുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കാണണം, ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം. അപ്പോൾ ശരി എന്നാട്ടോ മക്കളെ, ശരി, അസ്സലാമു അലൈക്കും.